ഒന്ന് ഇതിനകത്ത് ഒക്ടോബറിൽ റെഗുലേഷൻ വരുമോ ഇല്ലയോ എന്നത് ഈ ഹിയറിംഗിന്റെ ഒക്കെ വിശകലനത്തിന്റെ അടിസ്ഥാനത്തിൽ റെഗുലേഷൻ നടപ്പാക്കുന്നതിന് വേണ്ടി റെഗുലേറ്ററി കമ്മീഷൻ തീരുമാനിക്കുമ്പോഴാണ്. ഒക്ടോബറിൽ റെഗുലേഷൻ വന്നുകൊള്ളണം എന്ന നിർബന്ധമൊന്നും ഇല്ല. കാരണം റെഗുലേറ്ററി കമ്മീഷന് തീരുമാനം എടുക്കാൻ കഴിയുന്നതേ ഉള്ളൂ എപ്പം റെഗുലേഷൻ കൊണ്ടുവരണമെന്ന്. ഇപ്പം ഹിയറിംഗിന്റെ ഭാഗമായി 1600 2000 പേര് പങ്കെടുത്ത് വിവരങ്ങൾ പറയുകയും അത് വിശകലനം ചെയ്ത് അതിന്റെ അടിസ്ഥാനത്തിൽ ശരിയായ ഒരു നിലപാടിലേക്ക് റെഗുലേറ്ററി കമ്മീഷൻ എത്തും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് അതിനകത്ത് ആശങ്കപ്പെടേണ്ട കാര്യമില്ല. രണ്ട്, ഞാനിവിടെ നേരത്തെ പറഞ്ഞു 5000 മെഗാവാട്ടാണ് പകൽ സമയത്തെ നമ്മളെ ഡിമാൻഡ്. അതിനകത്ത് 1800 മെഗാവാട്ട് ഇപ്പൊ എത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോ ആകെ 3% എനർജിയേ ഉള്ളൂ എന്നൊക്കെ ചിലര് പറയുന്നത് കേട്ടു. വസ്തുതയാണ്, എനർജി 3% ഉള്ളൂ. പക്ഷെ ഡിമാൻഡാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമാകുക. എന്തുകൊണ്ടാണെന്നുള്ളത് ഇതിന്റെ ഒരു സാങ്കേതിക വിദ്യ പരിശോധിച്ച് പോകണം. ഇപ്പം സോളാറിന്റെ പ്രത്യേകത ഇനേർഷ്യ തീരെ ഇല്ലാത്ത ഒരു ഊർജ്ജ സ്രോതസ്സാണ്, ഇൻഫേം പവറാണ്. അതിനകത്ത് വരുന്ന ഏറ്റക്കുറച്ചിൽ, ഉൽപാദനത്തിൽ വരുന്ന ഏറ്റക്കുറച്ചിലുകൾ ഈ പറയുന്ന സിസ്റ്റത്തിനെ ബാധിക്കുന്നതാണ്. ഇപ്പൊ ഉദാഹരണത്തിന് ഒരു സോളാർ പ്ലാന്റിന്റെ മുകളിൽ കൂടി ഒരു മേഘം പറന്നുപോയ, സാധാരണ മനുഷ്യന്മാർക്ക് മനസ്സിലാവുന്നതിന് വേണ്ടിയാണ് ഞാൻ പറയുന്നത്, ഒരു മേഘം പറന്നുപോയ ഉൽപാദനം കുറയും, പറന്നു പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് ഉൽപാദനം കൂടുകയും ചെയ്യും. ഇങ്ങനെ ഏറ്റക്കുറച്ചിൽ ഉണ്ടാകുമ്പോൾ അത് കോമ്പൻസേറ്റ് ചെയ്യാൻ മറ്റൊരു സ്രോതസ്സിൽ നിന്ന് ഊർജം അതിലേക്ക് സപ്ലൈ ചെയ്യുകയോ അല്ലെങ്കിൽ അഡീഷണലായി ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഊർജം വലിച്ചെടുക്കപ്പെടുകയോ ചെയ്യണം. അത് മൊമെന്ററി ആണ്, ആ സമയത്താണ്. സോളാറിലാകെ രാവിലെ ഒരു 8-9 മണി മുതൽ വൈകുന്നേരം 4-4:30 വരെ മാത്രമേ ഉൽപാദനം നടക്കൂ എന്നതുകൊണ്ടും അതിന്റെ ഉൽപാദന ശേഷി കുറവാണെന്നുള്ളത് കൊണ്ടും യഥാർത്ഥത്തിൽ ഒരു മെഗാവാട്ടിൽ നിന്ന് കിട്ടുന്ന ടോട്ടൽ എനർജി വളരെ കുറവാണ്. ഇപ്പൊ ഒരു കൽക്കരി നിലയത്തിൽ നിന്ന് ഒരു മെഗാവാട്ടിൽ നിന്ന് നമുക്ക് 8.5 മില്യൺ യൂണിറ്റ് വൈദ്യുതി കിട്ടുമ്പോൾ സോളാറിന് 1.5 മില്യൺ യൂണിറ്റ് വൈദ്യുതി കിട്ടൂ എന്നതുകൊണ്ട് ഡിമാൻഡ് വെച്ച് പരിശോധിക്കുമ്പോൾ ഡിമാൻഡ് മാത്രമേ പറയാൻ പറ്റില്ല, എനർജി പറയാൻ പറ്റില്ല. അതുകൊണ്ട് 3.5% ഉള്ളൂ എനർജി എന്നതുകൊണ്ട് സിസ്റ്റത്തിന് വരുന്ന ഡാമേജിൽ മാറ്റമൊന്നും ഉണ്ടാകുകയില്ല. പീക്ക് സമയത്ത് സിസ്റ്റത്തിനകത്ത് ഇൻഫോം പവർ ഉണ്ടാക്കുന്ന പ്രശ്നം പരിഹരിക്കണമെങ്കിൽ അതിന് പകരം സ്രോതസ് ഉണ്ടാവണം. അതുകൊണ്ട് നിങ്ങൾക്ക് 100% വൈദ്യുതി സോളാറിൽ നിന്ന് കിട്ടുന്ന രൂപത്തിൽ സോളാർ വെക്കാൻ കഴിയില്ല. അത് പരമാവധി ഇപ്പൊ നമ്മളിപ്പോ കണക്ടിവിറ്റി 90% 100% വരെ കൊടുക്കുന്നു എന്ന് പറയുന്നത് എല്ലായിടത്തും ഈ ആവശ്യത്തിനുള്ള മുഴുവൻ വൈദ്യുതിയും സോളാറിൽ നിന്ന് വരില്ല എന്നുള്ളത് കൊണ്ടാണ്. അങ്ങനെ 100% സോളാറിൽ നിന്ന് വരുമെങ്കിൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഗ്രിഡിലേക്ക് കണക്ട് ചെയ്യാതെ നേരിട്ട് തന്നെ സോളാർ ഉപയോഗിക്കാൻ കഴിയേണ്ടതല്ലേ? അതെന്തുകൊണ്ടാണ് കഴിയാത്തത്? ഗ്രിഡ് സ്റ്റെബിലൈസ് ചെയ്ത് പോകാൻ വേണ്ടി ഒരു സംവിധാനം പാരലായിട്ട് ഉണ്ടാവണം. ആ സ്റ്റെബിലൈസ് ചെയ്ത് പോകാനുള്ള സംവിധാനം പാരലായിട്ട് ഉണ്ടാകുക എന്നത് പറയുന്നത് ഒന്നുകിൽ ബാറ്ററി സ്റ്റോറേജ് അല്ലെങ്കിൽ പമ്പ്ഡ് സ്റ്റോറേജ് പോലുള്ള സ്റ്റോറേജ് സംവിധാനങ്ങൾ ആണ്, അല്ലെങ്കിൽ മറ്റൊരു എനർജി സോഴ്സ് ആണ്. ഇത് രണ്ടും ഇല്ലാതെ പറ്റില്ല. ഇതടക്കമുള്ള ചെലവുകളും കൂടി പരിഗണിച്ചുകൊണ്ടല്ലാതെ സോളാറിന്റെ ഉൽപാദന ചെലവ് ഇപ്പം 2.5 രൂപയ്ക്ക് സോളാർ ഉണ്ടാക്കാൻ കഴിയുന്ന ഒരാൾക്ക്, അങ്ങനെ 2.5 രൂപയ്ക്ക് ഉണ്ടാക്കാൻ കഴിയുന്ന ഒരാൾക്ക് ആ സോളാർ അയാൾ 8 രൂപയ്ക്ക് ശരാശരി ആവറേജ് കോസ്റ്റ് ഓഫ് സപ്ലൈ എന്ന് പറയുന്നത് 8 രൂപ വരുന്ന ഒരു സ്ഥലത്ത് 8 രൂപയ്ക്ക് പകരം അയാൾ 2.5 രൂപയ്ക്ക് ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇൻ പ്രിൻസിപ്പിൾ അയാൾക്ക് 8 രൂപ തിരിച്ച് ആ യൂണിറ്റിന് കിട്ടുന്നു എന്നാണ് അർത്ഥം. 2.5 രൂപയ്ക്ക് ഉണ്ടാക്കുന്ന ഒരു സാധനത്തിന് 8 രൂപ വില തിരിച്ചു കിട്ടുന്നു എന്ന് പറഞ്ഞാൽ അതിനകത്ത് കിട്ടുന്ന ലാഭം എന്ന് പറയുന്നത് ഏകദേശം എത്രയാണ്? 3-3.5 ഇരട്ടിയാണ്. ലാഭം ഉണ്ടാവരുത് എന്നല്ല, ഒരാൾക്ക് ഇത് ഫീസിബിൾ ആവരുത് എന്നല്ല. 2.5 രൂപയ്ക്ക് കിട്ടുന്ന ഒരാൾക്ക് അയാൾക്ക് സ്വാഭാവികമായി 3 രൂപയ്ക്ക് സോളാർ വിൽക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ 3.5 രൂപയ്ക്ക് സോളാർ വിൽക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അതിൽ പ്രശ്നമൊന്നുമില്ല. പക്ഷെ അത് അയാൾക്ക് 8 രൂപയ്ക്ക് വിൽക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം നിലനിർത്തുന്നുണ്ടെങ്കിൽ ആ നിലനിർത്തുന്നത് യഥാർത്ഥത്തിൽ ഒരു തരത്തിൽ അത് കൊള്ളലാഭം കൊടുക്കലാണ്. അതുകൊണ്ട് മാത്രം സോളാർ വെക്കുന്നതെന്ന് ആളുകൾ പോവില്ല എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരാളുടെ ഇൻവെസ്റ്റ്മെന്റിന് ന്യായമായ റിട്ടേൺ കിട്ടുമെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടാകും. സോളാറിനെ പ്രോത്സാഹിപ്പിക്കേണ്ടത് ന്യായമായ റിട്ടേൺ കൊടുത്തുകൊണ്ട് തന്നെയാണ്, അല്ലാതെ അന്യായമായ റിട്ടേൺ ഉറപ്പുവരുത്തിക്കൊണ്ട് സോളാറിനെ പ്രോത്സാഹിപ്പിക്കുക എന്ന് പറയുന്നത് ഒരു രാജ്യത്തിനും ഫീസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. സ്വാഭാവികമായും ഇലക്ട്രിസിറ്റി സെക്ടറിൽ നിന്ന് പോകണമെങ്കിൽ ഈ പറയുന്ന രൂപത്തിൽ ഇപ്പം നമുക്ക് 100% സോളാർ എന്നത് പ്രായോഗികമല്ല. പക്ഷെ നമുക്ക് അതിന് സ്റ്റോറേജ് അടക്കമുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അത് സ്വീകരിക്കാൻ കഴിയുന്ന സംവിധാനം ഉണ്ടാക്കാൻ പറ്റും. അങ്ങനെ വരുന്ന അഡീഷണൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് എല്ലാവരും കൂടി വഹിക്കേണ്ടതാണ്. അതിൽ സോളാർ കൺസ്യൂമേഴ്സും അതിന്റെ ചെലവ് വഹിക്കേണ്ടതുണ്ട്. അല്ലാതെ നാട്ടിലെ ജനങ്ങൾ മാത്രം അതിന്റെ എന്താ പറയുക മറ്റു ഉപഭോക്താക്കൾ മാത്രം ചെലവ് വഹിച്ചാൽ മതി എന്ന് പറയുന്ന കാഴ്ചപ്പാട് ശരിയല്ല. ഒരു ഇൻവെസ്റ്റർ എന്ന രൂപത്തിലാണ് സോളാർ വെക്കുന്നതെങ്കിൽ ആ ഇൻവെസ്റ്റ്മെന്റിന് സ്വാഭാവികമായും ന്യായമായ റിട്ടേൺ അപ്പുറത്ത് റിട്ടേൺ കിട്ടിയാലേ ഞങ്ങൾ വെക്കൂ എന്ന നിലയിൽ പറയുന്നത് ശരിയായ കാഴ്ചപ്പാടല്ല. അതാണ് ഒന്ന്.
പിന്നെ 3 കിലോവാട്ട് വെക്കുന്ന ഒരു സാധാരണക്കാരൻ, 5 കിലോവാട്ട് വരെ വെക്കുന്ന എന്താ പറയാ ഒരു ഉപഭോക്താവ്, അവരെ സംബന്ധിച്ചിടത്തോളം നെറ്റ് മീറ്ററിംഗ് ഇപ്പോഴും നിലനിൽക്കുകയാണ്, തുടർന്നും നിലനിൽക്കുകയാണ്. ഇപ്പൊ 3 കിലോവാട്ട് വെക്കുന്ന ആൾക്ക് നെറ്റ് മീറ്ററിംഗ് എടുത്തു കളയുന്നില്ല, അവർക്ക് നിലനിൽക്കുന്നുണ്ട്. 5 കിലോവാട്ട് വരെ വെക്കുന്ന ആൾക്ക് അവിടെ ഒരു ബാറ്ററി സ്റ്റോറേജ് കൂടി വെച്ചാൽ അയാൾക്ക് നെറ്റ് മീറ്ററിംഗ് തുടരാൻ കഴിയുന്ന സാഹചര്യമുണ്ട്. അതിന് മുകളിലേക്ക് പോകുമ്പോൾ നെറ്റ് മീറ്ററിംഗിൽ നിന്ന് പുതുതായി വിൽക്കുന്ന ഉപഭോക്താവിനെ സംബന്ധിച്ചിടത്തോളം നെറ്റ് മീറ്ററിംഗ് ഉണ്ടാവില്ല എന്നേ പറഞ്ഞിട്ടുള്ളൂ. എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നമ്മുടെ കേരളത്തിലെ ഇപ്പോഴത്തെ പ്രതിശീർഷ വൈദ്യുതി ഉപഭോഗം എന്ന് പറയുന്നത് ഏകദേശം ഒരു 800 യൂണിറ്റ് മാത്രമാണ്. അത് 1500 2000 യൂണിറ്റ് ആക്കി വർദ്ധിപ്പിക്കേണ്ടത്. അത് വർദ്ധിപ്പിക്കുക എന്ന് പറയുന്നത് സോളാർ ഉപഭോക്താവിന് മാത്രം വർദ്ധിപ്പിക്കുക എന്നതല്ല, കേരളത്തിലെ മൊത്തം ഉപഭോക്താക്കൾക്കും അത് വർദ്ധിപ്പിക്കേണ്ടതുണ്ട്. അങ്ങനെ വർദ്ധിപ്പിക്കുമ്പോൾ ന്യായമായ വിലയ്ക്ക്, താങ്ങാവുന്ന വിലയ്ക്ക് മുഴുവൻ ആളുകൾക്കും വൈദ്യുതി എത്തിക്കാൻ കഴിയുന്ന രൂപത്തിലുള്ള ഏകീകൃതമായ നയം മാത്രമേ പറ്റൂ. ഇപ്പോൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ആളുകൾ, തുടർന്ന് ഇൻവെസ്റ്റ് ചെയ്യുന്നതിലും പെട്ടെന്ന് ഇൻവെസ്റ്റ് ചെയ്യപ്പെടുന്ന ആളുകൾ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ അഫ്ലുവന്റ് ക്ലാസ് ആണ് എന്നതാണ് ഇത്ര വലിയ ഔട്ട്ക്രൈ ഇക്കാര്യത്തിൽ ഉണ്ടാകുന്നത്. ജനങ്ങൾക്കിടയിൽ എന്താ പറയാ അഭിപ്രായം സൃഷ്ടിക്കാൻ ശേഷിയുള്ള, സമൂഹത്തിൽ ഈ പറയുന്ന രൂപത്തിൽ ഇൻഫ്ലുവൻസ് ഉള്ള ഒരു വിഭാഗമാണ് നിലവിൽ സോളാർ കൺസ്യൂമേഴ്സ് എന്നതുകൊണ്ട് സാധാരണ ആ നിലയ്ക്ക് ഇടപെടാൻ കഴിയാത്ത ആളുകളുടെ തിരിച്ചുള്ള മുറവിളികൾ വരുന്നില്ല എന്നേ ഉള്ളൂ. അതുകൊണ്ട് ഇതിനകത്ത് സോളാർ കൺസ്യൂമേഴ്സിനെ ഉപദ്രവിക്കണമെന്നോ അവർക്ക് ന്യായമായ നേട്ടങ്ങൾ ഉണ്ടാവരുതോ എന്നോ അല്ല. പക്ഷേ അതിഥികളോട് ചോദിക്കാം സാർ, അങ്ങനെ തന്നെയാണോ എന്ന്. ശ്രീ തീർച്ചയായും സാർ വീണ്ടും വരാം സാർ.